എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ പിതാവിന് ഒരു വിശ്വാസിയുടെ തുറന്ന കത്ത്. പിതാവെ, അങ്ങയുടെ ഇരിപ്പിടവും എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനവുമായ അരമന കഴിഞ്ഞ 4 ദിവസമായി ഒരു കൂട്ടം പുരോഹിതരും അൽമായരും ചേർന്ന് അനധികൃതമായി കയ്യേറിയിരിക്കുന്നു. ഇതിനെതിരെ അങ്ങ് എന്തെങ്കിലും നടപടി എടുത്തതായി കാണുന്നില്ല. സഭയെ അനുസരിക്കാത്ത ഈ ഒരു കൂട്ടം പുരോഹിത കലാപകാരികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയോ അവർക്കെതിരെ ഒരു പ്രസ്താവന പോലുമോ അങ്ങ് പുറപ്പെടുവിച്ചതായോ കാണുന്നില്ല. ഓരോ സിനഡ് കഴിയുമ്പോഴും ഇവർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ വഴി സിനഡിന്റെ പരമാധികാരവും മാർപ്പാപ്പയോടുള്ള കീഴ്വഴക്കവും വെല്ലുവിളിക്കപ്പെടുകയാണ്. സഭാ സംവിധാനത്തിന്റെ കടക്കൽ കോടാലി വെക്കുന്ന ഈ സമീപനം അതിരൂപതയെ നേർ നടത്തേണ്ട അങ്ങ് കണ്ടതായി പോലും നടിക്കാറേയില്ല. അതിരൂപതയെ നയിക്കേണ്ട അങ്ങ് 24 മണിക്കൂറും ഊണിലും ഉറക്കത്തിലും മാത്രമാണെന്ന് തോന്നിക്കും പോലെയാണ്, ആലസ്യത്തിലാണെന്നും ആണ് വിലയിരുത്തപ്പെടുന്നത്. പുരോഹിതർ ഏകീകൃത കുർബാന അർപ്പിച്ചില്ലെങ്കിലും സഭയുടെ സർക്കുലറുകൾ വായിച്ചില്ല എങ്കിലും അങ്ങ് ഇതൊന്നും അറിയാറേയില്ലല്ലോ. പിന്നെ സഭയെ ധിക്കരിച്ച് മെത്രാനെ കത്തി കാണിച്ച് ഗുണ്ടായിസ പട്ടം തട്ടിക്കൂട്ടാനുള്ള തത്രപ്പാടിന് വഴിയൊരുക്കലാണോ ആവോ അങ്ങയുടെ ഇപ്പോഴത്തെ തിരോധാനം എന്നറിയില്ല. എന്നാൽ നേരെ മറിച്ച് സഭയോടൊപ്പം നിൽക്കുന്ന അൽമായർ ഏകീകൃത കുർബാനയ്ക്കായി ദാഹിച്ച് അങ്ങയെ സമീപിച്ചപ്പോൾ അങ്ങ് അവരെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, അവരെ നിയമപാലകരെ വരുത്തി നിഷ്കരുണം നീക്കം ചെയ്യുകയാണ് ചെയ്തത്. ഈ 2 തരത്തിലുള്ള നീതിബോധം അങ്ങേക്ക് എവിടെ നിന്നാണ് വെളിപാടായി ലഭിച്ചത്? ഏത് ക്രിസ്തീയ മൂല്യമാണ് അങ്ങയെ നയിക്കുന്നത്? പുരോഹിതർ സഭാവിരുദ്ധരായാൽ പ്രത്യേക ഇളവ് ഏത് കാനൂനുകളിലാണ് ഉള്ളത്? കൂട്ടം തെറ്റിയവരെ തിരികെ തേടിയല്ല അപ്പോൾ അങ്ങ് പോകുന്നത്, അവരെ നേടാനുമല്ല, മറിച്ച് കൂട്ടം തെറ്റിയവർക്കൊപ്പം നടന്ന് വഴി തെറ്റാനാണ് എന്ന് വരുന്നു. അങ്ങ് താലോലിച്ച് നിർത്തിയിട്ടുണ്ട് എങ്കിലും ഈ പിടിച്ചുപറിക്കാരെ നീക്കം ചെയ്യാൻ വിശ്വാസികൾക്ക് ഞൊടിയിട മതിയാവും. പക്ഷേ അവർ അവിടെ തുടരുന്നത് വഴി ഒരു അരുമപക്ഷം മാത്രം ചേരുന്ന അങ്ങയുടെ നിലപാട് എല്ലാവർക്കും വെളിവാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനിയും ഇവർ നടത്തുന്ന ആഭാസ നാടകത്തിന്റെ പരിസമാപ്തി സിനഡിനെ മറികടന്ന് ഒരു സമവായം സൃഷ്ടിക്കലാണ് എങ്കിൽ സഭാവിശ്വാസികൾ സർവശക്തിയും സമാഹരിച്ച് അരമനയിലേക്ക് പ്രവഹിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു പരമനീതിമാനായ ന്യായാധിപൻ അങ്ങയെക്കുറിച്ച് പറഞ്ഞത് ഓർക്കണം. ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നു എന്ന വിശേഷണം അങ്ങേക്ക് ചേരുന്നെങ്കിൽ അതെടുത്ത് ധരിച്ചു നടന്നോളൂ. ഒപ്പം ഈശോയെ ഒറ്റിയവരും കൂടെ ഉണ്ടാവും. ക്രിസ്തുവിന്റെ സഭ സത്യസഭയാണ്. അതിന് അസത്യവുമായി സന്ധി ചെയ്യാനാകില്ല. അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നത് സഭാവിശ്വാസികളായ അജഗണങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്തി സ്വർഗോന്മുഖമായ തീർത്ഥയാത്രയിലേക്ക് നയിക്കുവാനാണ്. പ്രത്യുത സത്യവിശ്വാസത്തിന് ഭംഗം വരുത്തി നാശോന്മുഖമായി ചരിക്കുന്നവരെ നയിക്കാനല്ല. അതുകൊണ്ട് അങ്ങ് വിശ്വസ്തത പുലർത്തേണ്ടത് ആരോടെന്ന് തീരുമാനിക്കണം. മാർപ്പാപ്പയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളോടോ അതോ വിമതരോടോ? അങ്ങ് തന്നെ അത് നിശ്ചയിച്ച് അതിനുള്ള പ്രതിഫലം കൈപ്പറ്റിക്കോ.